വികസനം നാടിൻ്റെ ആവശ്യമാണ്, റോഡൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ അത് നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്. മലപ്പുറം കുറ്റിപ്പുറത്ത് 6 വരിപ്പാത നിർമ്മാണത്തിനായി ഒരു കുന്നിടിച്ചു. അതിനെ തുടർന്ന് 5 വീടുകളിൽ വിള്ളൽ അനുഭവപ്പെട്ടു. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി, പക്ഷേ അധികൃതരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു നടപടിയും എടുക്കുന്നില്ല. റോഡിങ്ങനെ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ അതിലെ വാഹനങ്ങൾ വലിയ വേഗത്തിൽ പാഞ്ഞു പോകും. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ഈ നാഷണൽ ഹൈവേയുടെ കരയ്ക്കിരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ദേശീയപാത അതോറിറ്റിയിൽ ഇടപെടണം എന്ന് നമ്മൾ പറയുന്നത്. വാസയോഗ്യമല്ലാതായി 3 വീടുകൾക്കും കേടുപാടുണ്ട്. റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് 8 മീറ്ററോളം വലിപ്പമുള്ള ബിറ്റ് കുന്നിന്റെ ഉൾഭാഗത്തേക്ക് അടിച്ചു കയറ്റിയതാണ് വിള്ളൽ രൂപപ്പെടാൻ കാരണം. ആദ്യം ഒരു 8 മീറ്റർ ബിറ്റ് തുളച്ചുള്ളിലേക്ക്, ആ ബിറ്റ് തുളച്ചതിൽ ഫസ്റ്റ് ഇവിടെ നഷ്ടപ്പെട്ട കുടിവെള്ളമാണ്. കുഴൽക്കിണർ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അതിൻ്റെ ശേഷം മെല്ലെ മെല്ലെ സാവധാനം വട്ടക്കിണർ പൊളിയാൻ തുടങ്ങി. ഇപ്പോൾ ഭൂമി വിണ്ട് കയറി തുടങ്ങുകയാണ്. ഓരോ മണിക്കൂറിലും വിള്ളലിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരികയാണ്. സ്ഥലത്ത് പരിശോധന നടത്തിയ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ 5 വീടുകളിലുള്ളവരെയും മാറ്റിപ്പാർപ്പിച്ചു. ചെന്നൈ IITയിലെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകി. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് ആളുകളൊക്കെ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നടപടി ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഇതുവരെ ആയിട്ട് 10-25 ദിവസത്തോളമായി. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ശരിയായ രീതിയിലൊരു നടപടി എവിടുന്നും കിട്ടിയിട്ടില്ല. ഇടിഞ്ഞ ഭാഗത്ത് മണ്ണിട്ടടച്ച താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട്. വിള്ളൽ സംഭവിച്ച ഈ കുന്നിന് മുകളിൽ താമസിക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് ആശങ്ക തന്നെയാണ്. ഇവരുടെ ആവശ്യം ഈ ഭൂമി കൂടി ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പ്രതീക്ഷ. സമീർ ബിൻ കരീം, 24, തിരൂർ. പല ഉദ്യോഗസ്ഥന്മാരും വന്ന് പരിശോധിച്ചു എന്നല്ലാതെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവരുടെ പരാതികളിലേക്ക് അവർ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ വീടുകളിൽ ആർക്കും താമസയോഗ്യമല്ല എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അവരോട് വേറെ ക്വാർട്ടേഴ്സുകളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി താമസിക്കാൻ പറ്റില്ല, കാരണം ഈ റോഡ് വക്കായതുകൊണ്ടും ഇനി ഇവിടെ പണി നടക്കണമുണ്ടും അത് ഇനി വിളിച്ച കൂടി വരിക. പാറ പൊട്ടിക്കാണ്ട് ഇവിടെ കരിമ്പാറ പൊട്ടിക്കുമ്പോൾ ഇതിന് കുലുക്കം വരും, വിളിച്ച കൂടുതൽ വരും. എല്ലാ മേഖലയിലുള്ള ആളുകളൊക്കെ വന്ന് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധനയൊക്കെ നടത്തി റിപ്പോർട്ടൊക്കെ എടുത്ത് പോയി. പക്ഷേ തുടർന്നൊരു നടപടി സ്പീഡായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴും വിള്ളൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരം കാണണം. എന്നാൽ അവരെന്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, അതൊന്നും ആയിട്ടില്ല. അപ്പം MLA വിളിച്ച് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പേടിയാണ്, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ മൊത്തമായിട്ട് ഇടിയും. ഞങ്ങളൊക്കെ ഇപ്പോൾ വീടുകളൊക്കെ ഇവിടെ അടുത്തടുത്തുള്ളതാണ്.